എൻ്റെ ഫാദർ ഒരു ഫിലിം ഡയറക്ടർ ആയിരുന്നു. ഡാഡിയുടെ ഫസ്റ്റ് മൂവി കൂടുന്തേടി എന്ന് പറഞ്ഞിട്ട് മോഹൻലാലായിട്ട്. വീഡിയോസൊക്കെ വന്നത് ആ ലിപ് ലോക്ക് സീനിനെ പറ്റി ചോദിച്ചിട്ടാണ്. When you're wearing something also, you can aesthetically, beautifully also they can take or really vulgar ആയിട്ടും എടുക്കാം. ഒരു സിനിമയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് വലിയ ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമയിലേക്ക് പോകരുത്. അതാണ് എനിക്ക് തന്ന അഡ്വൈസ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി മൂവീസ്. ഇറ്റ്സ് മീ അജ്ന താജ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു ഫീമെയിൽ പ്രൊഡ്യൂസറാണ്, ഒരു ആക്ട്രസ് ആണ്, പ്രീതി ക്രിസ്റ്റീന പോൾ. നമസ്കാരം. ആക്ച്വലി ഇപ്പം നമ്മുടെ ഒരു മലയാളത്തിൽ നിന്നുള്ളൊരു ഷോർട്ട് ഫിലിം എന്നെനിക്ക് പറഞ്ഞ് ചെറുതാക്കാൻ അതിനെ താല്പര്യമില്ല. കാരണം ഒരു 25 മിനിറ്റ്സേ അല്ലെങ്കിലും ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാണ് ആ ഷോർട്ട് ഫിലിം പോകുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നതും പ്രീതി എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഇന്നാകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് എനിക്ക് പണ്ടോട്ട് പ്രൊഡക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് അവിടെ ഒരു ബിസിനസ് ഉണ്ട്, ഡിസബിലിറ്റി സർവീസസിൽ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഹോം എന്ന് പറഞ്ഞ പടം കണ്ട സമയത്ത് ഫോർ സം റീസൺ ഐ റിയലി ലവ് ദ മൂവി. അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ദ വേ ദേ മെയ്ഡ് ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ മൂവി, ബട്ട് ബിക്കോസ് ഓഫ് ദ സ്ക്രിപ്റ്റ് ഞാൻ അതൊരു 3 or 4 times വാച്ച് ചെയ്തു. സോ അറ്റ് ദാറ്റ് ടൈം ഐ വാസ് തിങ്കിങ് വൺ ഡേ ഐ വോണ്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഐ വോണ്ട് ടു ഡു വെരി ഗുഡ് സ്ക്രിപ്റ്റ്സ്. അപ്പം അന്ന് തൊട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പ്രൊഡക്ഷൻ ആഗ്രഹമുണ്ട്. ആൻഡ് ദെൻ ഇവിടെ നാട്ടിൽ വന്ന് ലൈക്ക് ഐ എം ഡൂയിങ് എ മലയാളം മൂവി. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫ്രണ്ടാണ് ജിത്തു കൃഷ്ണൻ ഡയറക്ടർ. ഞങ്ങളങ്ങനെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ടാണ്. ആക്ടർ അമൽ കെ ഉദയ്, ഇർഫാൻ, മ്യൂസിക്, എഡിറ്റർ കാർത്തിക്, സൗണ്ട് ആനന്ദ്, എല്ലാവരും നമ്മൾ ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. അപ്പോൾ ഇങ്ങനെ ജിത്തുവിനോട് പണ്ട് ഞാൻ പറയുമായിരുന്നു, എന്തെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പറ, നമുക്കൊരു ഷോർട്ട് ഫിലിം എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ജിത്തു ഒരു ദിവസം പെട്ടെന്ന് എന്നോട് പറഞ്ഞൊരു സ്ക്രിപ്റ്റാണ്. എനിക്ക് പറഞ്ഞ ഉടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ആ ലൂപ്പ് സബ്ജക്റ്റ് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ ഐ തോട്ട് ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. അങ്ങനെ സ്റ്റാർട്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും വന്ന ഒരു മൂവിയാണ്. ബട്ട് പ്രൊഡക്ഷൻ മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു ഷോർട്ട് ഫിലിം, അത് ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ താല്പര്യമില്ല, ബട്ട് സ്റ്റിൽ ഒരു ഷോർട്ട് ഫിലിമാണ്. ക്യാൻസിൽ സ്ക്രീൻ ചെയ്തിട്ടിരിക്കുകയാണ്. സോ എന്താണ് ശരിക്കും ഇത്രയും വലിയൊരു സ്റ്റെപ്പാണല്ലോ അത്, നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പാർട്ടാകുന്ന ആ ഒരു ഫീൽ എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിനൊക്കെ വിടണം എന്നുള്ളത്. അപ്പോൾ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഞങ്ങളുടെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ അത് ഒഫീഷ്യലി സ്ക്രീൻ ചെയ്യാൻ ഒരു ബ്ലെസ്സിങ് കിട്ടി. അപ്പോൾ വി ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. എങ്ങനെയാണ് ഇപ്പം മൂവി പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണോ? പിന്നെ മൂവി അല്ലെങ്കിൽ ആക്ടിങ് ആണോ പാഷൻ? എന്താണ് പാഷൻ ശരിക്കും? ആക്ടിങ് ആണ് പാഷൻ. ചെറുതിലെ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ആക്ടർ ആവണം തന്നെയാണ് ആഗ്രഹം. എൻ്റെ ഫാദർ ഒരു ഫിലിം ഡയറക്ടർ ആയിരുന്നു. ഡാഡിയുടെ ഫസ്റ്റ് മൂവി കൂടുന്തേടി എന്ന് പറഞ്ഞിട്ട് മോഹൻലാലായിട്ട്, രാധിക മോഹൻലാൽ ആ പടത്തിലെ ഡയറക്ടർ. പിന്നെ ഭരതനങ്ങളുടെ അസോസിയേറ്റ് ആയിരുന്നു. ഡാഡിയുടെ ലാസ്റ്റ് മൂവി ദേവരകമായിരുന്നു അങ്കിളുടെ ഒപ്പം. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഹി ഈസ് നോട്ട് ഇൻ ദ ഫീൽഡ്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ബട്ട് വീട്ടിൽ അങ്ങനെ സപ്പോർട്ട് അല്ലായിരുന്നു, ഈവൻ ദോ ഫ്രം ഫിലിം ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും. ഇപ്പൊ നമ്മൾ വരുത്തുപോക്കിലേക്ക് വേണമെങ്കിൽ ആ പേര് നമുക്ക് കുറച്ച്, എനിക്ക് ഈ പേര് കേൾക്കുമ്പോൾ ആദ്യം എന്തായിരിക്കും ഇതിന്റെ സബ്ജക്റ്റ് എന്നൊരു സംഭവം വരുന്നുണ്ടായിരുന്നു. അത് ബ്രില്യൻ്റ്ലി അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിട്ടതാണോ ആ പേര്? ഇത് കംപ്ലീറ്റ്ലി ഡയറക്ടറിന്റെ ചോയ്സ് ആയിരുന്നു. ലൈക്ക് എന്താണ് പേര് എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം റീകോൾ അങ്ങനത്തെ രീതിയിൽ ഒരു ഇംഗ്ലീഷ് നെയിം ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ട്രാവലിൽ പോയ സമയത്ത് ജിത്തു വാസ് ലിസണിങ് ടു സംതിങ് അബൌട്ട് ദേവി. അപ്പൊ ദേവികൾ കാണുമ്പോൾ ഇങ്ങനെ ചുറ്റിപ്പോവും എന്നുള്ളൊരു തോട്ടുണ്ടല്ലോ, വരുത്തുപോക്ക്. അപ്പൊ പുള്ളിക്ക് അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇതൊരു ലൂപ്പാണല്ലോ. അങ്ങനെയാണ് ജിത്തു കൃഷ്ണൻ ദ ഡയറക്ടർ ഓൺലി കെപ്റ്റ് ദ നെയിം വരുത്തുപോക്ക്. കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഡിഫറെൻ്റ് ആണല്ലോ, മറ്റേ ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണല്ലോ എന്ന് തോന്നി. അതുപോലെ തന്നെയാണ് വരുത്തുപോക്ക് വന്നത്. ഓക്കെ. ഇതിൽ ഈ ലൂപ്പ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങളുടെ ഭാഗത്ത്, 2 ലീഡ് ആക്ടേഴ്സ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട്, 2 പേര് മൊത്തത്തിലുള്ളതെന്ന് തോന്നുന്നു. ആക്ച്വലി മെയിൽ ആക്ടറായിട്ട് ചെയ്തേക്കുന്ന അതിൽ ഹീറോ ആൻഡ് വില്ലനായിട്ട് ചെയ്തേക്കുന്ന അമൽ കെ ഉദയാണ്. പിന്നെ ഒരു സ്ട്രേഞ്ചർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പുള്ളിയുടെ ഫേസ് കാണുന്നില്ല. സന്ദീപ് എന്ന് പറഞ്ഞ ആണ് ആ പുള്ളിയുടെ പേര്. പിന്നെ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. പിന്നെ കാർ അതിലൊരു എലിമെന്റ് ആണ്. ആ ഒരു തീം എന്ന് പറയുന്നത് അതിന്റെ എൻഡിങ് ഭയങ്കര കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കുറച്ച് ആളുകൾ. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇത് എൻഡ് ചെയ്തു, അത് പിന്നീട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കെല്ലാം കണക്ട് ആവുന്നുണ്ടായിരുന്നു എനിക്ക്, അല്ലേ? യെസ്.
ലൈക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓൾസോ വി ആർ ടെല്ലിങ് അബൌട്ട് 180 സെക്കൻഡ്സ് ഒരു ബ്രെയിനിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഒരു 3 minutes വരെ നമ്മുടെ ബ്രെയിൻ അലൈവ് ആയിട്ടിരിക്കും. ആ സമയത്ത് ലൈക്ക് ഷീ ഈസ് ട്രൈങ് ടു ഫൈൻഡ് ഹൂ ഇസ് ഹർ കില്ലർ. സോ ദാറ്റ് ഇസ് ദ മെയിൻ പ്ലോട്ട്. സോ ഹൂ ഇസ് ദ കില്ലർ? നീഡ് ടു വാച്ച്. അതെ അതെ, അല്ല ശരിക്കും എല്ലാവരും വാച്ച് ചെയ്യേണ്ട ഒരു ഷോർട്ട് ഫിലിം ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിലും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരുപാട് ലെയേഴ്സ് ഉള്ള. ഇപ്പം ഈ ലൂപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളും വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ ഞാൻ തന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ലൈക്ക് ആ സമയത്ത് 2 സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇത് കേട്ട ഉടനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് റൺ ലോല റൺ, ഹാപ്പി ഡെഡ് ഡേ, എനിക്ക് അങ്ങനെ ലൂപ്പ് സബ്ജക്റ്റ് ഇഷ്ടമുള്ള ഒരു ആളാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഇത് അടിപൊളിയാണല്ലോ, ഇത് ചെയ്യണമല്ലോ. സോ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലായായിരുന്നു. സോ വൺ റീസൺ വൈ ഐ വാണ്ടഡ് ടു പ്രൊഡ്യൂസ് ദിസ് സ്ക്രിപ്റ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ക്യാരക്ടർ ഓൾസോ. ലൈക്ക് അത്രയും ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ലൈക്ക് ഇപ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ദാറ്റ്. ഐ ടുക്ക് ദാറ്റ് കൈൻഡ് ഓഫ് തോട്ട് ബിക്കോസ് ഇതൊരു ഡിഫറെൻറ്റ് ജോണറാണ്. നോട്ട് മെനി പീപ്പിൾ ഹാവ് സീൻ. ഇപ്പോൾ കുറേയും കൂടി വരുന്നുണ്ട്, പക്ഷെ ആ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തിൽ ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 2 years ജേർണി. ലൈക്ക് ഞങ്ങളിത് തുടങ്ങിയിട്ട് വി ഹാഡ് ലോട്ട് ഓഫ് ഇഷ്യൂസ്, കുറേ പ്രോബ്ലംസ് ഓരോരോ ഏരിയയിൽ. അപ്പോൾ ഒരു സിനിമയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് വലിയ ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് എവറി ഏരിയ എന്തെങ്കിലുമൊക്കെ വരും, സം ഇഷ്യൂസ്, ചാലഞ്ചസ്. ബട്ട് ദെൻ വി വർ ലൈക്ക് ഓക്കെ. ബട്ട് അറ്റ് ദി എൻഡ് എല്ലാ ചാലഞ്ചസും ഓൺലി ഗോട്ട് ടു എ ബെറ്റർ പ്രോഡക്റ്റ്, ലൈക്ക് ബെറ്റർ സാധനങ്ങൾ വരും. സോ നൗ വെൻ ഐ ലുക്ക് ബാക്ക് ഐ ഫീൽ ലൈക്ക് വെരി വെരി ഗുഡ്, വെരി ഹാപ്പി. പിന്നെ ഇതിൽ ഈ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഇൻറ്റൻസ് സീൻസ്, ബോൾഡ് സീൻസിനെയൊക്കെ പറ്റിയിട്ട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേരും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഇത് വേറെന്തോ ഒരു സബ്ജക്റ്റ് ആണെന്നൊക്കെ ഒരുപാട് വന്നിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് ആ ഒരു ടൈമിൽ ഫീൽ ചെയ്തത്? എനിക്ക് പ്രത്യേകിച്ച് ലൈക്ക് ആസ് എൻ വരുത്തുപോക്കിന് ഞങ്ങൾക്ക് 2 പ്രിവ്യൂ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രിവ്യൂവിൽ ലോട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ഞങ്ങളുടെ ഫിലിമിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്ന് കണ്ടായിരുന്നു. സെക്കൻഡിൽ ഞങ്ങളുടെ കുറച്ചും കൂടി ക്ലോസ് ഫ്രണ്ട്സ്, മീഡിയ എല്ലാവരും ഉണ്ടായിരുന്നു. സോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ഐ തിങ്ക് ദി ആസ്ക് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ വീഡിയോസൊക്കെ വന്നത് ആ ലിപ് ലോക്ക് സീനിനെ പറ്റി ചോദിച്ചിട്ടാണ്. അപ്പോൾ പക്ഷെ അപ്പോഴും എനിക്കറിയായിരുന്നു ദിസ് ലിപ് ലോക്ക് ഇസ് എ പാർട്ട് ഓഫ് ദ സ്ക്രിപ്റ്റ്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല കമൻസിലാണെങ്കിലും. ബട്ട് വാട്ട് സർപ്രൈസ് മീ ഈസ് ഈവൻ ഇൻ ദറ്റ് കമൻസിൽ, ആ വീഡിയോൻ്റെ കമൻസിലാണെങ്കിലും പീപ്പിൾ വർ ഫോർ മീ. ലൈക്ക് എന്തിനാ കുട്ടിയോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അങ്ങനെ. സോ ദാറ്റ് ആക്ച്വലി സർപ്രൈസ് മീ ആൻഡ് ഐ ഫെൽ വെരി ലൈക്ക് വാവ്. ലൈക്ക് നമുക്ക് വേണ്ടി ഓഡിയൻസ് സംസാരിക്കുകയാണ്. ലൈക്ക് മീഡിയക്കാരെ വഴക്ക് പറയായിരുന്നു. ഈവൻ വേറൊരു ട്രോൾ വീഡിയോ വന്നായിരുന്നു വേർ ദേ വർ ടോക്കിംഗ് അബൌട്ട് വൈ ആർ യു ആസ്കിങ് സച്ച് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ. എനിക്കങ്ങനെ തോന്നിയില്ല. ലൈക്ക് ഐ ഫീൽ ലൈക്ക് ദേ ക്യാൻ ആസ്ക് എനിത്തിങ്, വി ആർ ഇൻ ദ തിങ്. ഇഫ് ഐ വാണ്ടഡ് ടു ആൻസർ ഐ വിൽ ആൻസർ. പക്ഷെ എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. ഐ ആൻസർഡ് ദ വേ വാട്ട് ഐ ഫെൽറ്റ് അറ്റ് ദറ്റ് പോയിന്റ്. പിന്നെ അത് വന്നപ്പോൾ ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ എനിക്കത് ബാധിച്ചില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഇങ്ങനെ തോട്ടുണ്ടായിരുന്നു, എല്ലാവരും വിചാരിക്കുമോ ഇനി, ബിക്കോസ് കുറേ പേർക്ക് കാണണം എന്നുണ്ടെങ്കിലും ബിക്കോസ് ഓഫ് ദാറ്റ് പീപ്പിൾ ലൈക്ക് ഓക്കെ ഇത് ഇങ്ങനത്തെ ഒരു പടമായിരിക്കും എന്ന് ചിന്തിച്ച് എന്നുള്ളത് നമുക്ക് പിന്നീട് തോന്നി. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാരുടെ കമൻസ് ഒക്കെ പോസിറ്റീവ് ആയിരുന്നു. ഇത് അങ്ങനെയല്ല, ഇറ്റ്സ് എ ത്രില്ലർ സബ്ജക്ട്. സോ ദെൻ വി ഫീൽ ഗുഡ്. ഓക്കെ, നമ്മൾ വിചാരിച്ച് നമ്മളുടെ ഇന്റൻഷൻ എന്തായിരുന്നു അതാണ് ഓഡിയൻസിന് കിട്ടിയത്. മീഡിയ വാട്ട് എവർ ഇന്റൻഷൻ വാട്ട് ദേ സെഡ് അത് മാറ്റർ അല്ല, ബിക്കോസ് ഓഡിയൻസ് നമ്മളുടെ ഇന്റൻഷൻ കിട്ടിയില്ലേ. സോ വി ആർ ഹാപ്പി. ആക്ച്വലി ഞാനും ഇതേ പോയിന്റ് ചിന്തിച്ചായിരുന്നു. ഇതിനെ പറ്റിയിട്ടാണ് ഫുൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അതിനകത്ത് ഇല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള സീൻസ് ഒന്നും അതിനകത്ത് ഇല്ല. ബട്ട് സ്റ്റിൽ അതാണ് ചർച്ചയാവുന്നത്. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഫീമെയിൽ ലീഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് എപ്പോഴും ഇത് കേൾക്കാറുള്ളത്, ഇങ്ങനത്തെ പഴികൾ കേൾക്കാറുള്ളത്, എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തൊരു മെയിൽ ആക്ടർ കൂടി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രീതി മാത്രമാണ് അതിനകത്ത് കേൾക്കേണ്ടി വരുന്നത്. അത്രയും അതറിയാം, ഇതിന് മുന്നേ ഉള്ള നായികമാർക്കാണെങ്കിലും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. എന്നിട്ടും ആ റോള് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ആ സ്ക്രിപ്റ്റ് ഞാൻ ലൈക്ക് ഓഡിയൻസ് എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടല്ല ആ മൂവി എടുത്തത് ആ സമയത്ത്. ലൈക്ക് ഞാൻ ഭയങ്കര മൂവി ലവറാണ്. ലൈക്ക് ഒരു സ്ക്രിപ്റ്റിനെ ഞാൻ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ സെൻസിലാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം ജിത്തു അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒബ്വിയസ്ലി ലൈക്ക് ഞാൻ ഫസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ലിപ് ലോക്ക് സീൻ ചെയ്യുന്നത്, ഞാൻ ഇതിന് മുന്നേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു
സാധനം ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു തോട്ട് ഉണ്ടാവില്ല ബിഫോർ യു വിൽ കാൽക്കുലേറ്റ് ഓക്കെ ഷുഡ് ഐ ഡു ഇറ്റ് ഓർ നോട്ട്. ബട്ട് ദെൻ വെൻ ഐ തോട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സ്ക്രിപ്റ്റ്. ഇഫ് യു സീ ദ മൂവി ആൻഡ് ഐ നോ ദ ടീം ഇസ് വെരി ഗുഡ്. അപ്പം അത് അവർ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കത്തുള്ളൂ. മനസ്സിലായോ? എനി സീൻ ഇപ്പം നമ്മൾ ഇപ്പോൾ വെൻ യു ആർ വെയറിങ് സംതിങ് ഓൾസോ യു ക്യാൻ അസ്തെറ്റിക്കലി ബ്യൂട്ടിഫുള്ളി ഓൾസോ ദേ ക്യാൻ ടേക്ക് ഓർ റിയലി വൾഗറായിട്ടും എടുക്കാം. I am very confident with my team. I know they will take it most beautiful and their intention also is not to market by that. അതങ്ങനെ വന്നു പടത്തിൽ and it happened. ഓക്കെ, അപ്പം കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെ പറ്റി പറയൂ. നിങ്ങൾ രണ്ടുപേരായിരുന്നല്ലോ. അമൽ കെ ഉദയ് എന്നാണ് പേര്. മൂവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചേക്കുന്നത്. പുള്ളിയും ഫിലിം ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഫ്രണ്ടാണ്. എല്ലാവരും ഫ്രണ്ട്സാണ്. ഓക്കെ, ഇപ്പം ഈ സബ്ജക്റ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത് നൈറ്റ്, ആ കാടൊക്കെ എവിടെ, ആ ലൊക്കേഷൻ എവിടെയായിരുന്നു നിങ്ങളുടെ? കോതമംഗലത്ത് ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട്. നൈറ്റ് ഫുൾ ഷൂട്ട്? എല്ലാം ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട്. ഓക്കെ, അപ്പം ഇനി എന്താണ്, മൂവി തന്നെയാണോ പാഷനേറ്റ്, മുമ്പോട്ട് മൂവി തന്നെയാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് എനിക്കിപ്പോഴും ആ ബിസിനസ് ഉണ്ട്. സോ ഐ എം കണ്ടിന്യൂയിങ് ദാറ്റ് ഫ്രം ഹിയർ. ബട്ട് മൂവിയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മലയാളം പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴി എന്നാണ് പടത്തിൻ്റെ പേര്. ആൽബിൻ കെ വർഗീസ് എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അതൊരു പുതിയ ടീമാണ്, പക്ഷെ വെരി ടാലൻറ്റഡ് പീപ്പിൾ. സോ അതിൽ ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഫൈറ്റ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. APNസിലെ ശ്രാവണാണ് ട്രെയിൻ ചെയ്യുന്നത്. സോ അതാണ് ഇപ്പോഴത്തെ നെക്സ്റ്റ് വിശേഷം. ഓക്കെ, ഇപ്പം അച്ഛൻ ഡയറക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ തന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസ് ഉണ്ട്? സിനിമയിലേക്ക് പോകരുത്. അതാണ് എനിക്ക് തന്ന അഡ്വൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് മമ്മ ഒരു ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. ഫാദർ ഡിറക്ഷനിലാണെയിരുന്നെങ്കിലും he was not that supportive. But it's my dream. So എൻ്റെ ഡ്രീം ആയതുകൊണ്ട് ഐ എം ഗോയിങ് ഫോർ ഇറ്റ്. അങ്ങനെ. ഇപ്പം വെറുത്തുപോക്കിന്റെ ഈ സ്ക്രിപ്റ്റിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിന് വേണ്ടിയിട്ട് മേജർ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു റീഷൂട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പാച്ച് ഷൂട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഫുൾ ഒരു മേക്കിംഗ് പ്രോസസ്? ഇത് ലൈക്ക് ഫസ്റ്റ് കഥ പറഞ്ഞിട്ട് ഫസ്റ്റ് സ്ക്രിപ്റ്റ് എനിക്ക് ഒരു 2 days കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ചേഞ്ചസ് വരുത്തി 4 time റിവൈസ് ചെയ്തായിരുന്നു. ഇവൻ ലൈക്ക് ലാസ്റ്റിലെ ക്ലൈമാക്സിൽ ഹൗ ഷീസ് ഡൈയിങ് ഓൾസോ അത് ലാസ്റ്റ് വന്ന ഫ്രേസ് ഒക്കെ ആയിരുന്നു. സോ ഒരു 4 times ഹി ഹാഡ് റീറിട്ടൺ ആൻഡ് ഫൈനലി ആണ് പറയുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഐ എം ലൈക്ക് എന്തൊരു ദ്രോഹമാണ് ചെയ്ത ടോം. ലൈക്ക് ഐ എം തിങ്കിങ് ഫ്രം ഐ എം ലൈക്ക് ഓ മൈ ഗോഡ് ദിസ് ഇസ് ദ വേഴ്സ്റ്റ് ഡെത്ത് യു ക്യാൻ ഗെറ്റ് ഫോർ സമൺ യു ലവ് ഫ്രം ദം അല്ലേ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ദെൻ ജിത്തു കൃഷ്ണൻ ഹാഡ് എ വെരി ഗുഡ് പ്രീ പ്രൊഡക്ഷൻ. സോ ഹി ഹാഡ് ടീം ഓഫ് അസിസ്റ്റൻസ് ആൻഡ് അസോസിയേറ്റ്സ്. അവർ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മളിത് ഓർഡറിലല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്. അതായത് ലൂപ്പ് 1 ഷൂട്ട് ചെയ്തിട്ടല്ല ലൂപ്പ് 2 ഷൂട്ട് ചെയ്തേക്കുന്നത്. ലൂപ്പ് 2 അങ്ങനെയല്ല ചെയ്തത്. ഇപ്പോൾ കാറിൽ റിഗ് വെച്ചിട്ട് ഫസ്റ്റ് ലൂപ്പ് 4 ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ലൂപ്പിൽ ഭാഗം ആദ്യം അഭിനയിക്കും, പിന്നെ സെക്കൻഡ് ലൂപ്പിൽ ആ പാർട്ട് അഭിനയിക്കും. അങ്ങനെയായിരുന്നു. സോ അപ്പൊ അവരുടെ അപ്പ മാറ്റി മാറ്റി, അതായത് ലൂപ്പ് ഫുള്ളായിട്ട് അഭിനയിക്കാൻ എളുപ്പമാണ്. നമ്മൾ അതേ ഇമോഷൻസ് പിടിച്ചാൽ മതിയല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ലൂപ്പിലെ ഫസ്റ്റ് ബിറ്റ് മാത്രം ആദ്യം ചെയ്യണം, കട്ട് കഴിയത് ഉടനെ സെക്കൻഡ് ബിറ്റില് മാത്രം ചെയ്യണം. കിസ്സിങ് ആണെങ്കിൽ കിസ്സിങ്, തേർഡിലെ കിസ്സും ഡിഫറെന്റ് അല്ലേ, അത് മാത്രം. അങ്ങനെ 4 സെഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആസ് എൻ ആക്ടർ ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ് ഫോർ ബോത്ത് ഓഫ് us ബിക്കോസ് അമൽ ഹാസ് ടു കീപ് ദ സെയിം തിങ് ആൻഡ് ഐ ഹാഡ് ടു കീപ് ചേഞ്ചിങ്. അപ്പോൾ അവരത് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമ്മൾ റിഹേഴ്സൽസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ശരിക്കും ഒരു വുമൻ ഇൻഡിപെൻഡൻസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് സ്വന്തം ലൈഫ് വെച്ച് എങ്ങനെ പറയും? ഐ ഫീൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വീട്ടിലാണെങ്കിൽ ഒരു ബ്ലാക്ക് ഷീപ്പ് ആണ്, റെബല്യസ് കിഡാണ്. ബിക്കോസ് ഫ്രം ഗ്രോയിങ് അപ്പ് ആസ് ഐ സെഡ് ദേ ഡിഡ്ന്റ് വാണ്ട് മീ ടു, ബട്ട് I understand their it's not because they don't love me, it's just out of concern. They പറഞ്ഞ ഇഷ്യൂ ആണ്, സേഫ് ആണോ, സേഫ്റ്റി. ലൈക്ക് ഈവൻ ദോ ഹീസ് ഇൻ ദ ഇൻഡസ്ട്രി ഇസ് ലൈക്ക് ഇത് സേഫ്റ്റി അല്ല. ബട്ട് ലൈക്ക് ബിക്കോസ് ഐ ഹവ് ബീൻ ടു മെൽബൺ, ഞാൻ അവിടെ പഠിക്കാൻ പോയി, സീ ലോട്ട് ഓഫ് എവ്രിവെയർ ദർ ഇസ് ഇഷ്യൂസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വൺ പ്ലേസ്. സോ ഫോർ മീ ഐ ഫെൽ ലൈക്ക് ഇൻഡിപെൻഡൻറ്റ് ആവുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഫ്രം യങ് ഏജ് ഐ ഓൾവേസ് വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. സോ അതുകൊണ്ടാണ് പുറത്ത് പഠിക്കാൻ പോയതും. ഐ വാസ് studying and working at the same time. Then I was working and then only I got to the business. അപ്പോൾ ഞാൻ തനിയെ ലൈക്ക് ആ ഒരു പ്രോസസ്സിലെത്തിയേ. ഓൾ ദ ടൈം വാട്ട് ഐ ഫെൽറ്റ് ഇസ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന്
ഫസ്റ്റ് പ്രാവശ്യം പൈസ, അതായത് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ പൈസ കിട്ടുമ്പോൾ തന്നെ യു ഫീൽ വെരി ലൈക്ക് ഇൻഡിപെൻഡൻറ്റ്. ലൈക്ക് ദാറ്റ് ടൈം യു ആർ ഓൺലി 17. ലൈക്ക് വാവ്, കൊള്ളാം, കാശുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഓൾ ഫീമെയിൽസ്, നമ്മുടെ ഒരു പോക്കറ്റ് മണി നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. then you will feel no more, okay, I am earning, I am doing it. So it's very good. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇപ്പം ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാൻ അതിന് മുന്നേ നിങ്ങൾ ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ലാൽജോ സർ അങ്ങനെയൊക്കെ. അവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും ഒരു ഏറ്റവും മെമ്മറബിൾ ആയിട്ട് മൈൻഡിൽ നിൽക്കുന്നത് ആരുടെ ഒരു മെസ്സേജ് ആയിരിക്കും? ഒരു മീൻ ഈച്ച് പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. പക്ഷെ എനിക്ക് ലാൽജോ സാറിൻ്റെ ഭയങ്കര മെമ്മറബിൾ ആണ്. ബിക്കോസ് ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ലൈക്ക് ഡാഡ്, ആ സമയത്തുള്ള ഡാഡിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചായിരുന്നു. സോ ഐ ഫെൽ വെരി ഗുഡ് ടു ഹിയർ ഫ്രം സംബഡി എൽസ് അബൌട്ട് ഹിം. ആക്ച്വലി ഞാൻ ഈ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ, ഷോർട്ട് ഫിലിം അല്ല, നമ്മുടെ മീഡിയ ബൈറ്റ്സ് ക്ലിപ്പുകൾ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് എവിടെയോ കണ്ട പരിചയം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. എന്നിട്ടൊരു കമന്റ് കണ്ടു, മേഘ സന്ദേശത്തിലെ റോസിയെ പോലെ ഉണ്ടെന്ന്. പണ്ട് ആക്ച്വലി വെള്ള സാരി മാറ്റിയിട്ട് കളർ സാരി എടുത്ത് ഹിറ്റായ പ്രേതമായിരുന്നല്ലോ റോസി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെ കുറെ ഫെമിലിയർ ഫേസസിന്റെ ലുക്കുള്ള ഓരോരോ ആക്ടേഴ്സിനെ ഇവരെ പോലെ കാണാനുണ്ട്. അങ്ങനെ ഇടക്കിടക്ക് പലരും പേര് വരാറുണ്ട്. ശരിക്കും ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ അങ്ങനെ തോന്നണം. അന്ന് റെഡ്, ഇന്ന് ബ്ലാക്ക്. റോസ് ആ ഒറ്റ സാരി ആയിരുന്നു എന്താ പ്രേതം എടുക്കുന്നതൊക്കെ. അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആക്ട്രസ് ആരാണ് ശരിക്കും? ആക്ടേഴ്സ് ആയിട്ട് അങ്ങനെ എനിക്ക് പറയാൻ ബിക്കോസ് ഒരു സീസൺ ആണ് ആക്ച്വലി. ഫോർ മീ ഇറ്റ്സ് എ സ്ക്രിപ്റ്റ്. സോ ഒരു പോയിന്റിൽ ശോഭന മാം ആയിരുന്നു, പിന്നെ മഞ്ജു വാര്യർ മാം ആയിരുന്നു, പിന്നെ അങ്ങനെ ഇറ്റ് കീപ് ചേഞ്ചിങ്. ഉർവശി മാം, ഐ റിയലി ലവ് ഹർ. ലൈക്ക് ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ട് ചെയ്യുന്ന ഒരാൾ, ലൈക്ക് കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും പിന്നെ തലന്ന മന്ത്രത്തിലെ പോലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും. സോ ലൈക്ക് ഇറ്റ്സ് എ സ്ക്രിപ്റ്റ്. സോ ദീസ് ഫീമെയിൽ ലീഡ്സിനും അത്രയും നന്നായി ചെയ്യുന്നത് ആ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഓരോരോ സ്ക്രിപ്റ്റ് ബേസ് ആണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ആ ഒരു ടൈമിൽ ആ പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ആ സിനിമ അങ്ങനെയാണ്. അല്ലെങ്കിൽ വൺ പെർട്ടിക്കുലർ പേഴ്സൺ ഐ കനോട്ട് സേ. കുട്ടിക്കാലത്ത് പപ്പയുടെ മൂവീസിന്റെ സെറ്റിലോ അങ്ങനെ വല്ലതും പോയിട്ടുണ്ടോ? ഡാഡിയുടെ സെറ്റിൽ പോയിട്ടില്ല. പക്ഷെ ഡാഡി ഇങ്ങനെ അസോസിയേറ്റ് ആയിട്ട് ചെയ്ത സമയത്ത് ചമയത്താന്ന് തോന്നുന്നു, അതിന്റെ സെറ്റിൽ അല്ലെ മറ്റേ കൂടുള്ള പാട്ടില്ലേ, രാജഹംസമയാന്ന് തോന്നുന്നു, ആ കൂട്ടിൽ നിന്നിട്ടുള്ള അതിന്റെ ഷൂട്ടിന് പോയ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. പക്ഷെ കൂടുതൽ ഓർമ്മയുള്ളത് ഞാനും ലൈക്ക് ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റില്ലേ, ജോൺ പോൾ അങ്കിളുടെ മോളും ഉണ്ടായിരുന്നു ഡിഷ് ചേച്ചി. ആൻഡ് ജോൺ പോൾ അങ്കിൾ എപ്പോഴും ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിക്കും. ഇപ്പൊ രാത്രി അപ്പോൾ വീട്ടിൽ മമ്മിയൊന്നുമില്ല, അപ്പൊ ചേച്ചിയാണ് നോക്കുന്നത്. ഇങ്ങനെ പേടിപ്പിച്ചിട്ട് അങ്ങനെ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്കിളിനെ പണ്ട് ചെറുതിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഭയങ്കര കൂൾ പേഴ്സണാണ്. ബിക്കോസ് എപ്പോഴും ആ ഷൂട്ടിൽ വെച്ച് എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രീതി കണ്ടതിൽ സന്തോഷം. കാരണം ഇനി മുമ്പോട്ട് വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ഷോർട്ട് ഫിലിം എന്ന് ഇനിയൊരു മൂവി ചെയ്തിട്ട് നമുക്ക് ക്യാൻസലൊക്കെ സ്ക്രീൻ ചെയ്ത് സെലക്ട് ആവട്ടെ. അങ്ങനെ അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഒരുപാട് സന്തോഷം കണ്ടതിൽ. ഐ എം ഓൾസോ വെരി ഹാപ്പി ടു ടോക്ക് ടു യു. ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. താങ്ക് യു. താങ്ക് യു.